മീശയും എലുമ്പനും മാത്തപ്പൻ മുതലാളിയുടെ വീട്ടിൽ. എന്താ രണ്ടുപേരും കൂടി രാവിലെ? മുതലാളിയെ ഒന്ന് കാണാനാ. ഒരു സഹായം വേണമായിരുന്നു. എന്ത് സഹായമാ, പറഞ്ഞോ. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. ഒരു ബിസിനസ് തുടങ്ങിയാൽ ജീവിതം ഒന്ന് പച്ച പിടിക്കുമല്ലോ എന്ന് കരുതിയാ. എന്ത് ബിസിനസ്സാ? 1-2 ബസ് വാങ്ങിയാൽ നല്ല വരുമാനം കിട്ടുമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ വണ്ടിക്കൂലിയൊക്കെ കൂടിയിട്ടുമുണ്ടല്ലോ. ലാഭമുള്ള പണിയാണേൽ നോക്കാം. പക്ഷേ ലാഭത്തിൻ്റെ പകുതി എനിക്ക് പലിശയായി തരണം. അത് ഏറ്റു. തന്ന കാശ് തവണകളായി അടയ്ക്കുകയും വേണം. രണ്ടും ഏറ്റു. ദാ പിടിച്ചോ, പറഞ്ഞത്രയും കാശുണ്ട്. താങ്ക് യു. ഇന്നു തന്നെ 2 ബസ് ബുക്ക് ചെയ്യാം. 2 മാസം കഴിഞ്ഞ്. ഡേയ്, കാശ് വാങ്ങിയിട്ട് നിങ്ങളുടെ ഒരു അഡ്രസ്സും ഇല്ലല്ലോ. അയ്യോ, മുതലാളിയോ? അതെ, എന്നെ മറന്നോ? കാശിൻ്റെ പലിശ കിട്ടിയില്ല. എങ്ങനുണ്ട് ബസ് ബിസിനസ്? ഇപ്പോൾ ഒരുവിധം പച്ച പിടിച്ച് വരുന്നുണ്ട്. വാ കാണിക്കാം. ദേ നോക്ക്, ബസ് വാങ്ങിയതിൻ്റെ പിറ്റേന്ന് ലോക്ക്ഡൗൺ ആയി. അന്ന് മുതൽ ബസ്സുകൾ ഈ ഗ്രൗണ്ടിൽ കിടക്കുകയാ. ജീവിതം പച്ച പിടിച്ചില്ലേലും ബസ് ഏതാണ്ട് പച്ച പിടിച്ച് വരുന്നുണ്ട്. മീശയും എലുമ്പനും ടൗണിലേക്ക് പോകുമ്പോൾ. ആരിത്, പഞ്ചായത്ത് പ്രസിഡന്റോ? എന്താ പ്രസിഡന്റെ മുഖത്തൊരു വിഷമം? ഒന്നും പറയണ്ട. ഞാൻ പ്രസിഡന്റായ ശേഷം ഇവിടെ ഒരു വികസനവും ഉണ്ടായിട്ടില്ലെന്നാ പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. അതൊരു ശരിയുമല്ലേ? കുടിവെള്ളമില്ല, കിണറും കുളവുമില്ല, റോഡ് വികസനമില്ല എന്നൊക്കെയാ പറയുന്നത്. അതുകൊണ്ട് ആ പരാതി പരിഹരിച്ചേ മതിയാവൂ. ഹഹഹ, അതിനാണോ വിഷമിച്ചു നിൽക്കുന്നത്? നമുക്ക് പരിഹരിക്കാം. കുടിവെള്ള പ്രശ്നവും റോഡ് വികസനവുമല്ലേ? കുളവും വേണം. എല്ലാം റെഡിയാക്കാം. പക്ഷേ കുറച്ച് കാശാവും. 2 ലക്ഷമെങ്കിലും വേണം. അതൊന്നും പ്രശ്നമില്ല, കാര്യം നടന്നാൽ മതി. അടുത്ത ദിവസം. ദാ പറഞ്ഞ കാശുണ്ട്, വേഗം കാര്യങ്ങൾ നടക്കണം. ഓക്കെ, ഒരാഴ്ചയ്ക്കകം എല്ലാം റെഡി. 2 ആഴ്ച കഴിഞ്ഞ്. ഡേയ്, എന്തായി വികസനം? ഹഹഹ, നന്നായി വികസിച്ചിട്ടുണ്ട്. വയറാണെന്നു മാത്രം. എങ്കിൽ കാണണമല്ലോ. ഇപ്പം തന്നെ പോയേക്കാം. ദേ നോക്ക്, റോഡിലെ കുഴികളെല്ലാം വികസിപ്പിച്ച് ഉഗ്രൻ കുളങ്ങളാക്കിയിട്ടുണ്ട്. അതിലെല്ലാം കുടിവെള്ളം നിറച്ചിട്ടുണ്ട്. ഇനി പരാതി പറയില്ല. ഡമ്മോ, അടുത്ത തവണ 8 നിലയിൽ പൊട്ടും.